ഹലോ സ്റ്റുഡൻസ്, മൊഡ്യൂൾ 2 ആണ് നമ്മളിപ്പോൾ ഡിസ്കസ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. മൊഡ്യൂൾ 2-ലെ നെക്സ്റ്റ് ടോപ്പിക്ക് നമുക്ക് ഡിസ്കസ് ചെയ്യാനുള്ളത് പാർഷ്യലി ഓർഡേർഡ് റിലേഷൻസ് ആണ്. ഓക്കെ, പാർഷ്യലി ഓർഡേർഡ് റിലേഷൻസ്. നമ്മൾ മൊഡ്യൂൾ 1-ൽ ഒരു റിലേഷൻ പഠിച്ചിട്ടുണ്ടായിരുന്നില്ലേ? എന്തായിരുന്നു ആ റിലേഷൻ? ഇക്വാലൻസ് റിലേഷൻ എന്ന് പറഞ്ഞിട്ടൊരു റിലേഷൻ പഠിച്ചിട്ടുണ്ടായിരുന്നില്ലേ? അതിൽ നിന്നും ആ ഒരു കൺസെപ്റ്റിൽ നിന്നും കുറച്ച് ഡിഫറെൻ്റ് ആയിട്ടുള്ളൊരു കൺസെപ്റ്റാണ് ഈ ഒരു പാർഷ്യലി ഓർഡേർഡ് റിലേഷൻ എന്നുള്ളത്. ഓക്കെ, അപ്പോൾ ഒരു റിലേഷൻ നമുക്ക് കിട്ടിക്കഴിഞ്ഞാൽ അതൊരു പാർഷ്യലി ഓർഡേർഡ് റിലേഷൻ ആണെന്ന് പറയണമെന്നുണ്ടെങ്കിൽ 3 കണ്ടീഷൻസ് സാറ്റിസ്ഫൈ ചെയ്യണം. ആദ്യത്തെ കണ്ടീഷൻ എന്ന് പറയുന്നത് ആ റിലേഷൻ എന്ത് റിലേഷൻ ആയിരിക്കണം? റിഫ്ലെക്സീവ് റിലേഷൻ ആയിരിക്കണം. സെക്കൻഡ് കണ്ടീഷൻ എന്ന് പറയുന്നത് ആ ഒരു റിലേഷൻ ആൻറ്റി സിമെട്രിക് റിലേഷൻ ആയിരിക്കണം. ആൻഡ് തേർഡ് കണ്ടീഷൻ എന്ന് പറയുന്നത് ആ ഒരു റിലേഷൻ ട്രാൻസിറ്റീവ് റിലേഷൻ ആയിരിക്കണം. ഓക്കെ, അപ്പോൾ ഈ 3 കണ്ടീഷൻസും സാറ്റിസ്ഫൈ ചെയ്തു കഴിഞ്ഞാൽ നമുക്ക് നമ്മുടെ റിലേഷൻ എന്നുള്ളത് പാർഷ്യലി ഓർഡേർഡ് റിലേഷൻ ആണ് എന്നുള്ളത് പറയാൻ പറ്റും. അപ്പോൾ ഈ ഒരു കണ്ടീഷൻസിൽ ആദ്യത്തെ അതുപോലെ മൂന്നാമത്തെ കണ്ടീഷൻസ് നമ്മൾ ഓൾറെഡി ഇക്വലൻസ് റിലേഷൻ്റെ കേസിൽ കണ്ടിട്ടുണ്ടായിരുന്നു. അതെന്നാണ് ഇവിടെ റിപ്പീറ്റ് ചെയ്യുന്നത്. ആൻഡ് അവിടെ നമ്മൾ കാണാത്തൊരു ടേം എന്ന് പറയുന്നത് ആൻറ്റി സിമെട്രിക് ആണ് എന്നുള്ളതാണ്. പക്ഷേ അവിടെ നമ്മൾ സിമെട്രിക്കിൻ്റെ ഡെഫിനേഷൻ പഠിച്ചിട്ടുണ്ടായിരുന്നു. അതിൽ നിന്നും ചെറിയൊരു ഡിഫറൻസ് മാത്രമേ ആൻറ്റി സിമെട്രിക് റിലേഷൻ്റെ ഡെഫിനേഷനിൽ വരുന്നുള്ളൂ. അപ്പോൾ നമുക്ക് എന്താണെന്നുള്ളത് നോക്കാം. അതായത് ഈ 3 കേസസും ഞാൻ നിങ്ങൾക്ക് പറഞ്ഞുതരാം. ആദ്യത്തെ കണ്ടീഷൻ എന്തായിരുന്നു? റിലേഷൻ റിഫ്ലെക്സീവ് ആണെന്നുള്ളത്. അപ്പോൾ നമുക്കൊരു സെറ്റ് എ തന്നു. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ എടുക്കുകയാണ്, A = 1 2 3 ഇങ്ങനൊരു സെറ്റാണ് തന്നിട്ടുള്ളത്. അതിൻ്റെ മേലെ നമ്മളൊരു റിലേഷൻ ഡിഫൈൻ ചെയ്തു. സെറ്റ് R = 1 1 2 2 3 3 1 2. ഓക്കെ, ഇങ്ങനൊരു റിലേഷൻ നമ്മൾ ഡിഫൈൻ ചെയ്തു. ഇനി ഈ ഒരു റിലേഷൻ നോക്കിക്കഴിഞ്ഞാൽ ഇതിലുള്ള എല്ലാ എലമെൻസും അവരോട് തന്നെ റിലേറ്റഡ് അല്ലേ? അതായത് ഇപ്പോൾ നമുക്ക് തന്നിട്ടുള്ള സെറ്റ് എന്താണ്? A = 1 2 3 എന്നുള്ളതാണ്. അതിൽ നിന്നും നമ്മൾ ഫോം ചെയ്ത റിലേഷനിൽ ഓരോ എലമെൻസ് 1 1നോട് തന്നെ റിലേറ്റഡ് ആണ്, 2 2നോട് തന്നെ റിലേറ്റഡ് ആണ്, 3 3നോട് തന്നെ റിലേറ്റഡ് ആണ്. അതായത് A, A എന്നുള്ള ഫോമിൽ ആ ഒരു സെറ്റിലുള്ള എല്ലാ എലമെൻസും റിലേഷൻ സെറ്റിലും വന്നിട്ടുണ്ട്. അപ്പം നമുക്ക് എന്ത് പറയാൻ പറ്റും? ഈ ഒരു സെറ്റ് റിഫ്ലെക്സീവ് ആണ് എന്നുള്ളത് പറയാൻ പറ്റും. അതിൻ്റെ കണ്ടീഷനാണ് നമ്മളിവിടെ ജനറലി നോട്ട് ചെയ്തിട്ടുള്ളത്. അതായത് എല്ലാ സ്മോൾ ലെറ്റർ A ബിലോങ്സ് ടു Aയിലും, അതായത് A എന്ന് പറയുന്ന സെറ്റിലുള്ള എല്ലാ എലമെൻസും അതിനോട് തന്നെ റിലേറ്റഡ് ആണെന്നുണ്ടെങ്കിൽ നമുക്ക് ആ ഒരു റിലേഷനെ റിഫ്ലെക്സീവ് റിലേഷൻ എന്ന് പറയാൻ പറ്റും. അപ്പോൾ ഇതാണ് റിഫ്ലെക്സീവ് റിലേഷൻ്റെ ഡെഫിനേഷൻ വരുന്നത്. നെക്സ്റ്റ് നമ്മൾ പഠിച്ചിട്ടുള്ള ട്രാൻസിറ്റിവിറ്റി ആണല്ലേ. അപ്പോൾ എന്താണ് ട്രാൻസിറ്റിവിറ്റി എന്നുള്ളത് ഒന്നുകൂടി റിഫ്രഷ് ചെയ്യാം. അപ്പോൾ ഒരു റിലേഷൻ ട്രാൻസിറ്റീവ് ആണെന്ന് പറയണമെന്നുണ്ടെങ്കിൽ ഇത് നമ്മൾ നേരത്തെ കൺസിഡർ ചെയ്തിട്ടുള്ള അതേ സെറ്റിനെ കൺസിഡർ ചെയ്യാം. സെറ്റ് 1 2 3. ഓക്കെ, ഇതിൽ നിന്ന് നമ്മൾ റിലേഷൻ ഫോം ചെയ്തു. R = സെറ്റ് 1 1 സെറ്റ് 1 2 സെറ്റ് 2 3 സെറ്റ് 1 3 സെറ്റ് 2 2. ഓക്കെ, ഇങ്ങനൊരു റിലേഷനാണ് നമ്മൾ ഫോം ചെയ്തതെന്ന് വിചാരിക്കാം. ഇനി നോക്കിക്കഴിഞ്ഞാൽ നമ്മുടെ കണ്ടീഷൻ എന്താ? A റിലേറ്റഡ് ടു B, അതായത് A, B എന്നുള്ളൊരു സെറ്റും അതുപോലെ B, C എന്നുള്ളൊരു സെറ്റും ഉണ്ടെന്നുണ്ടെങ്കിൽ ആ ഒരു നമ്മൾ ഡിഫൈൻ ചെയ്ത റിലേഷനിൽ എന്തുണ്ടായിരിക്കണം? A, C എന്നുള്ള ഫോമിലൊരു സെറ്റ് ഉണ്ട് എന്നുണ്ടെങ്കിൽ നമുക്ക് ആ ഒരു റിലേഷൻ ട്രാൻസിറ്റീവ് ആണെന്ന് പറയാൻ പറ്റും. അപ്പോൾ നമ്മളിപ്പോൾ ഫോം ചെയ്തിട്ടുള്ള ഈ ഒരു റിലേഷൻ നോക്കിക്കഴിഞ്ഞാൽ ഇവിടെ എന്തുണ്ട്? 1 2 എന്നുള്ളൊരു സെറ്റ് ഉണ്ട് അല്ലേ? അതായത് A, B എന്നുള്ള ഫോമിലെ സെറ്റ് ഉണ്ട്, അതുപോലെ 2 3 എന്നുള്ളൊരു ഫോമിലെ സെറ്റ് ഉണ്ട്. അതുകൊണ്ട് ഈ ഒരു സെറ്റിൽ 1 3 A, C എന്നുള്ള ഫോമിലൊരു സെറ്റ് ഉണ്ട് എന്നുണ്ടെങ്കിൽ നമുക്ക് എന്ത് പറയാൻ പറ്റും? ഈ ഒരു റിലേഷൻ ട്രാൻസിറ്റീവ് ആണെന്നുള്ളത് പറയാൻ പറ്റും. ഓക്കെ, അപ്പോൾ ഈ നമ്മളിപ്പോൾ എഴുതിയിട്ടുള്ള റിലേഷൻ ഈ ഒരു കണ്ടീഷൻ സാറ്റിസ്ഫൈ ചെയ്യുന്നതുകൊണ്ട് നമുക്ക് എന്ത് പറയാം? ഈ ഒരു റിലേഷൻ ട്രാൻസിറ്റീവ് ആണെന്നുള്ള പറയാൻ പറ്റും. അതിൻ്റെ ജനറൽ കണ്ടീഷനാണ് നമ്മളിവിടെ കൊടുത്തിട്ടുള്ളത്. A റിലേറ്റഡ് Bയും B റിലേറ്റഡ് ടു C എന്നും പറഞ്ഞിട്ട് 2 സെറ്റുകൾ നമ്മുടെ റിലേഷനിൽ ഉണ്ടെന്നുണ്ടെങ്കിൽ അവിടെ A റിലേറ്റഡ് ടു C എന്നൊരു സെറ്റും കൂടി ഫോം ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ആ ഒരു റിലേഷൻ എന്ത് പറയാൻ പറ്റും? ട്രാൻസിറ്റീവ് ആണ് എന്നുള്ളത് കൺക്ലൂഡ് ചെയ്യാൻ പറ്റും. അപ്പോൾ ഈ 2 ടേംസും നമ്മൾ ഓൾറെഡി ഇക്വലൻസ് റിലേഷൻ്റെ കേസിൽ പറഞ്ഞിട്ടുള്ള സെയിം ഡെഫിനേഷൻസ് തന്നെയാണ് റിപ്പീറ്റ് ചെയ്യുന്നത്. ഇനി നമ്മൾ പഠിക്കാത്തൊരു ടേം ഉണ്ടായിരുന്നു, ആൻറ്റി സിമെട്രിസിറ്റി അല്ലേ? അവിടെ എന്താണ് ഡെഫിനേഷൻ എന്നുള്ളത് നോക്കാം. അതിന് മുന്നേ സിമെട്രിസിറ്റി എന്താണെന്നുള്ളത് ഒന്ന് ജസ്റ്റ് റിഫ്രഷ് ചെയ്തെടുക്കാം. സിമെട്രിസിറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്തായിരുന്നു? നമുക്ക് തരുന്ന ഒരു റിലേഷനിൽ
എ ബി എന്നൊരു സെറ്റ് ഫോം ചെയ്തിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ആ ഒരു റിലേഷനിൽ ബി എ എന്നുള്ളൊരു സെറ്റും കൂടി ഉണ്ടായിരിക്കണം. അങ്ങനെയാണെങ്കിൽ മാത്രമേ നമ്മൾ ആ റിലേഷൻ എന്ത് റിലേഷനാണെന്ന് പറയുള്ളൂ, അതൊരു സിമെട്രിക് റിലേഷൻ ആണെന്നുള്ളത് പറയുള്ളൂ. അപ്പോൾ ഇനിയിപ്പോൾ ആൻറ്റി സിമെട്രിക് ആവണമെന്നുണ്ടെങ്കിൽ എന്താ കണ്ടീഷൻ എന്നുള്ളത് നോക്കിയാലോ. അപ്പോൾ ആൻറ്റി സിമെട്രിക്കിൻ്റെ ഡെഫിനേഷൻ നമ്മൾ സിമെട്രിക്കിൽ നിന്നും ചെറിയൊരു ഡിഫറൻസ് മാത്രമേ ഉള്ളൂ ഞാൻ ഓൾറെഡി പറഞ്ഞു. അപ്പോൾ എന്താ ഡിഫറൻസ് വരുന്നത് നോക്കാം. അതായത് എ റിലേറ്റഡ് ടു ബിയും ബി റിലേറ്റഡ് ടു എ ആയിട്ട് ഒരു സെറ്റുകൾ നമ്മുടെ റിലേഷനിൽ ഉണ്ട് എന്നുണ്ടെങ്കിൽ അവിടെ ഒരു കണ്ടീഷൻസും കൂടി പറയുന്നുണ്ട്. എന്താണ്? അവിടുത്തെ എയും ബിയും ഈക്വലായിട്ട് വരുന്ന സെറ്റുകൾ മാത്രമേ അവിടെ അങ്ങനെ ഒന്ന് എക്സിസ്റ്റ് ചെയ്യുള്ളൂ. അതായത് എ കോമ ബി എന്നൊരു സെറ്റുണ്ട്, അതുപോലെ ബി കോമ എ എന്നൊരു സെറ്റുണ്ടെങ്കിൽ അവിടെ എയും ബിയും ഈക്വൽ വാല്യൂസ് ആയിരിക്കണം. സിമെട്രിക്കിൻ്റെ കേസിൽ അവിടെ എയും ബിയും ഈക്വൽ ആവണമെന്നുള്ളൊരു കണ്ടീഷൻ ഉണ്ടായിരുന്നില്ല. നമുക്ക് ഡിഫറെൻറ്റ് വാല്യൂസ് എടുക്കാനും. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ 1 2 എന്നൊരു സെറ്റ് ഉണ്ട് എന്നുണ്ടെങ്കിൽ അവിടെ 2 1 ഉണ്ട് എന്നുണ്ടെങ്കിൽ നമുക്കതിന് എന്ത് പറയാമായിരുന്നു? അതൊരു സിമെട്രിക് റിലേഷൻ ആണെന്ന് പറയാമായിരുന്നു. അപ്പോൾ അവിടെ 1ഉം 2ഉം ഈക്വൽ അല്ല. പക്ഷേ ഇവിടെ എന്ത് പറയുന്നുണ്ട്? എയും ബിയും വാല്യൂസ് ഈക്വൽ ആവണം, എന്നാൽ മാത്രമേ അത് ആൻറ്റി സിമെട്രിക് എന്നുള്ളത് പറയാൻ പറ്റുള്ളൂ. അപ്പോൾ അങ്ങനെ ഈക്വലായി വരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ 1 1 എന്നൊരു സെറ്റും 2 2 എന്നൊരു സെറ്റും ഉണ്ടെന്ന് വിചാരിച്ചു കഴിഞ്ഞാൽ നമുക്ക് 1 1 എന്നൊരു സെറ്റിൻ്റെ ബി എ ഫോമിൽ എഴുതി കഴിഞ്ഞാൽ നമുക്ക് 1 1 എന്നല്ല കിട്ടുന്നത്. 2 2 എന്നുള്ളൊരു സെറ്റ് ഇപ്പം എ കോമ ബി എന്നുള്ള ഫോമിലാണ്. അതിൻ്റെ ബി കോമ എ എന്ന് പറയുന്ന സെറ്റ് എന്തെന്നായിരിക്കും? 2 2 എന്ന് ആയിരിക്കും. അതായത് അവിടെ എയും ബിയും വാല്യൂസ് എന്താണ്? ഈക്വലാണ്. അതായത് നമ്മുടെ റിഫ്ലെക്സീവിൻ്റെ ആ ഒരു ഡെഫിനിഷൻ ഇവിടെ കടന്നു വരുന്നുണ്ട്. അപ്പോൾ ഇതാണ് ആൻറ്റി സിമെട്രിസിറ്റിൻ്റെ ഡെഫിനിഷൻ വരുന്നത്. അപ്പോൾ ഒരു റിലേഷൻ നമുക്ക് കിട്ടിക്കഴിഞ്ഞാൽ അത് റിഫ്ലെക്സീവും ട്രാൻസിറ്റീവും അതുപോലെ ആൻറ്റി സിമെട്രിക്കും ആണെന്നുണ്ടെങ്കിൽ നമുക്ക് ആ റിലേഷൻ എന്ത് റിലേഷനാണെന്ന് പറയാൻ പറ്റും? പാർഷ്യലി ഓർഡേർഡ് റിലേഷൻ ആണെന്നുള്ളത് പറയാൻ പറ്റും. നെക്സ്റ്റ് ഇവിടെ വരുന്ന ടേം എന്ന് പറയുന്നത് പാർഷ്യലി ഓർഡേർഡ് സെറ്റ് അഥവാ പോസ് സെറ്റ് എന്ന് വിളിക്കുന്ന സെറ്റാണ്. അതായത് ഇപ്പോൾ നമ്മളിപ്പോൾ ഒരു സെറ്റ് എ കൺസിഡർ ചെയ്തു അല്ലേ. അപ്പോൾ ആ സെറ്റ് നമ്മൾ എക്സാമ്പിൾ 1 2 3 എന്നൊരു സെറ്റ് എടുത്തു, അതിന് റിലേഷൻസും ഫോം ചെയ്തു. അപ്പോൾ ഓരോ റിലേഷൻ നമ്മൾ ഫോം ചെയ്ത നേരം അത് ട്രാൻസിറ്റീവ് ആയിരുന്നു, റിഫ്ലെക്സീവ് ആയിരുന്നു, ആൻറ്റി സിമെട്രിക് ആയിരുന്നു. അപ്പോൾ ഇത് മൂന്നും സാറ്റിസ്ഫൈ ചെയ്തു വന്നുകൊണ്ട് നമുക്ക് എന്ത് പറയാൻ പറ്റി? ആ ഒരു റിലേഷൻ പാർഷ്യലി ഓർഡേർഡ് റിലേഷൻ ആണെന്ന് പറഞ്ഞു. അപ്പോൾ നമ്മൾ ആ റിലേഷൻ എവിടെയായിരുന്നു ഡിഫൈൻ ചെയ്തിട്ടുള്ളത്? എ എന്ന് പറയുന്ന സെറ്റിലാണ് അല്ലേ. അപ്പോൾ ആ സെറ്റിനെ നമുക്ക് എന്ത് വിളിക്കാൻ പറ്റും? അതൊരു പാർഷ്യലി ഓർഡേർഡ് റിലേഷൻ ഫോം ചെയ്തുകൊണ്ട് ആ ഒരു സെറ്റിനെ നമുക്ക് പാർഷ്യലി ഓർഡേർഡ് സെറ്റ് എന്ന് വിളിക്കാൻ പറ്റി. ഓക്കെ. അപ്പോൾ ഈ പാർഷ്യലി ഓർഡേർഡ് സെറ്റിൻ്റെ ഷോർട്ടാക്കിയിട്ട് നമ്മൾ പോസ് സെറ്റ് എന്നാണ് പറയുന്നത്. അതാണ് ഇവിടെ കൊടുത്തിട്ടുള്ളത്. എ സെറ്റ് ടുഗദർ വിത്ത് എ പാർഷ്യലി ഓർഡേർഡ് റിലേഷൻ ഓൺ ദാറ്റ് സെറ്റ് ഈസ് കോൾഡ് പോസ് സെറ്റ് അഥവാ പാർഷ്യലി ഓർഡേർഡ് സെറ്റ്. അപ്പോൾ ഈ ഒരു പാർഷ്യലി ഓർഡേർഡ് റിലേഷൻസിൻ്റെ എക്സാമ്പിളായിട്ട് നമ്മുടെ ക്വസ്റ്റ്യൻ പേപ്പറിലൊക്കെ ഒരുപാട് തവണ ചോദിച്ച് കണ്ടിട്ടുള്ള 2 റിലേഷൻസാണ് ഇവിടെ കൊടുത്തിട്ടുള്ളത്. ഇതിൻ്റെ പ്രൂഫും കാര്യങ്ങളൊക്കെ ഞാൻ പറഞ്ഞുതരാം. ആദ്യം ഈ 2 റിലേഷൻസ് ഏതൊക്കെയാണെന്നുള്ളത് നിങ്ങൾ നോട്ട് ചെയ്ത് വെക്കുക. ഫസ്റ്റ് വൺ എന്ന് പറയുന്നത് ലെസ് ദാൻ ഓർ ഈക്വൽ ടു റിലേഷൻ ഓൺ സെറ്റ് ഓഫ് റിയൽ നമ്പേഴ്സ്. സെക്കൻഡ് വൺ എന്ന് പറയുന്നത് സബ്സെറ്റ് റിലേഷൻ ഓൺ സെറ്റ്സ് ഓഫ് സെറ്റ്. അപ്പോൾ ഈ ലെസ് ദാൻ ഓർ ഈക്വൽ ടുൻ്റെ റിലേഷനും സബ്സെറ്റിൻ്റെ റിലേഷനുമാണ് 2 പാർഷ്യലി ഓർഡേർഡ് റിലേഷൻസ് ആക്കിയിട്ട് നമുക്ക് എടുക്കാൻ പറ്റുന്ന എക്സാമ്പിൾസ്. അപ്പോൾ ഒരുപാട് ക്വസ്റ്റ്യൻ പേപ്പറിൽ റിപ്പീറ്റായിട്ട് ചോദിച്ച് കണ്ടിട്ടുണ്ട്. അതായത് വെദർ ദ ലെസ് ദാൻ ഓർ ഈക്വൽ ടു റിലേഷൻ ഈസ് എ പാർഷ്യലി ഓർഡേർഡ് റിലേഷൻ ഓർ നോട്ട് വെരിഫൈ എന്നും പറഞ്ഞിട്ട്. അപ്പോൾ നിങ്ങൾ എന്ത് കാണിച്ചു കൊടുത്താൽ മതി? ഈ ഒരു ലെസ് ദാൻ ഓർ ഈക്വൽ ടുൻ്റെ കേസിലും അതുപോലെ സബ്സെറ്റിൻ്റെ കേസിലൊക്കെ വരുമ്പം അവിടെ ആൻറ്റി സിമെട്രിസിറ്റി ഫോളോ ചെയ്യുന്നുണ്ടോ, റിഫ്ലെക്സീവ് ആണോ, ട്രാൻസിറ്റീവ് ആണോ എന്നുള്ളതൊക്കെ ജസ്റ്റ് ഏതെങ്കിലും ഒരു എക്സാമ്പിൾ വെച്ചിട്ട് ചെക്ക് ചെയ്ത് കൊടുക്കുകയും അതുപോലെ അതിൻ്റെ ജനറൽ ഫോമും കൂടി അവിടെ എഴുതി വെച്ച് കൊടുത്താൽ മതി. അപ്പോൾ നിങ്ങളിത് മറക്കാതെ നോട്ട് ചെയ്ത് വെക്കുക. ലെസ് ദാൻ ഓർ ഈക്വൽ ടു റിലേഷൻ ഓൺ സെറ്റ് ഓഫ് റിയൽ നമ്പേഴ്സും അതുപോലെ സബ്സെറ്റിൻ്റെ റിലേഷനും എന്ത് റിലേഷൻസ് ആണ്? പാർഷ്യലി ഓർഡേർഡ് റിലേഷൻസ് ആണെന്നുള്ളത് ഓർത്ത് വെക്കുക കേട്ടോ. അപ്പോൾ ഇത് എങ്ങനെയാണെന്നുള്ളത് നമുക്ക് 1 by 1 എക്സാമ്പിൾസ് എടുത്തിട്ട് ചെക്ക് ചെയ്ത് നോക്കാം. അപ്പോൾ നമ്മൾ ഫസ്റ്റ് സിറ്റുവേഷൻ ചെക്ക് ചെയ്ത് നോക്കാം അല്ലേ. അത് ഞാൻ എക്സാമ്പിൾ 1 ക്വസ്റ്റ്യൻ ആക്കിയിട്ട് കൊടുത്തിട്ടുണ്ട് ഇവിടെ. ഈസ് ദ റിലേഷൻ ലെസ് ദാൻ ഓർ ഈക്വൽ ടു ഡിഫൈൻഡ് ഓൺ എ സെറ്റ് ഈസ് പാർഷ്യലി ഓർഡേർഡ് റിലേഷൻ ഓർ നോട്ട്. അപ്പോൾ നമ്മൾ ചെക്ക് ചെയ്യണം. അപ്പോൾ അതിന് വേണ്ടി സൊല്യൂഷനിലേക്ക് കിടക്കാം. സൊല്യൂഷനിൽ ഞാനൊരു സെറ്റ് എ കൺസിഡർ ചെയ്തിട്ടുണ്ട്. എക്സാമ്പിളായിട്ട് എടുത്തതാണ് എ ഈക്വൽ ടു സെറ്റ് എ ബി സി. ഓക്കെ. ഇനി അതിൻ്റെ മേലെ നമ്മൾ റിലേഷൻ ഡിഫൈൻ ചെയ്യുകയാണ്. നമുക്ക് ഓൾറെഡി പറഞ്ഞിട്ടുണ്ട് റിലേഷൻ എന്താ വേണ്ടത്? ലെസ് ദാൻ ഓർ ഈക്വൽ ടു ടൈപ്പ് ആണെന്നുള്ളത്. അപ്പോൾ ഞാനതിനെ ഈ ഒരു ഫോമിൽ അവിടെ എഴുതി വെച്ചിട്ടുണ്ട്, സെറ്റ് ബിൽഡർ ഫോമിൽ. അപ്പോൾ ആർ ഈക്വൽ ടു സെറ്റ് ഓഫ് ഓൾ എക്സ് കോമ വൈ സച്ച് ദാറ്റ് എക്സ് ലെസ് ദാൻ ഓർ ഈക്വൽ ടു വൈ. ഓക്കെ.
ഇനി നമ്മൾ ആദ്യത്തെ കണ്ടീഷൻ സാറ്റിസ്ഫൈ ചെയ്യുന്നുണ്ടോ നോക്കാം. എന്താണ്? ഈ ഒരു റിലേഷന് റിഫ്ലെക്സീവ് ആണോ എന്നുള്ളത് ചെക്ക് ചെയ്യണം. അതായത് എ ലെസ് ദാൻ ഓർ ഈക്വൽ ടു എ ടൈപ്പിൽ, അതായത് എല്ലാ നമ്പേഴ്സും അതിനോട് ഒന്നെങ്കിൽ ലെസ് ദാൻ അല്ലെങ്കിൽ ഈക്വൽ ടു ടൈപ്പിൽ വരുന്നുണ്ടോ എന്നുള്ളത്. അപ്പം എ ലെസ് ദാൻ ഓർ ഈക്വൽ ടു എ ആണ്, ബി ലെസ് ദാൻ ഓർ ഈക്വൽ ടു ബി ആണ്, സി ലെസ് ദാൻ ഓർ ഈക്വൽ ടു സി ആണ് വരിക. അപ്പോൾ നമുക്ക് എന്ത് പറയാൻ പറ്റും? ആ ഒരു റിലേഷൻ റിഫ്ലെക്സീവ് ആണെന്നുള്ളത് പറയാൻ പറ്റും. അപ്പോൾ ഇവിടെ നിങ്ങൾക്ക് കൺഫ്യൂഷൻ വരുന്നുണ്ടെങ്കിൽ നമുക്ക് എ എന്നുള്ളൊരു സെറ്റ് 1 2 3 എന്നുള്ളത് എടുക്കാൻ പറ്റും. അപ്പോൾ 1 2 3 എന്നുള്ളൊരു സെറ്റ് നോക്കിക്കഴിഞ്ഞാലും ഈ ലെസ് ദാൻ ഓർ ഈക്വൽ ടു അല്ലേ നമ്മുടെ റിലേഷന്. അപ്പോൾ നമുക്ക് 1 ഈക്വൽ ടു 1 ആണെന്ന് പറയാൻ പറ്റും, 2 ഈക്വൽ ടു 2 ആണെന്ന് പറയാൻ പറ്റും, 3 ഈക്വൽ ടു 3 ആണെന്ന് പറയാൻ പറ്റും. അപ്പോൾ നമുക്ക് എന്ത് പറയാം? ആ റിലേഷൻ റിഫ്ലെക്സീവ് ആണെന്നുള്ളത് പറയാൻ പറ്റും. അടുത്തത് ആൻറ്റി സിമെട്രിക് ആണോ എന്നുള്ളത് ചെക്ക് ചെയ്യണം. ഓക്കെ, അപ്പോൾ നമ്മൾ റിലേഷൻ ലെസ് ദാൻ ഓർ ഈക്വൽ ടു ആയതുകൊണ്ട് ആ ഒരു റിലേഷനിൽ ഒരിക്കലും ഇപ്പോൾ നമ്മൾ 1 2 എന്നുള്ളൊരു ഫോം ഉണ്ടെന്നുണ്ടെങ്കിൽ 2 1 എന്നുള്ളൊരു ഫോം ഉണ്ടായിരിക്കില്ലല്ലോ. കാരണം ലെസ് ദാൻ ഓർ ഈക്വൽ ടു ആണ്. എ ലെസ് ദാൻ ഓർ ഈക്വൽ ടു ബിയും ബി ലെസ് ദാൻ ഓർ ഈക്വൽ ടു എയും ഇങ്ങനൊരു സിറ്റുവേഷൻ വരണം എന്നുണ്ടെങ്കിൽ എന്തായാലും എൻ്റെയും ബീൻ്റെയും വാല്യൂ ഈക്വൽ ആയിരിക്കണം. അതുകൊണ്ട് ഇങ്ങനൊരു സെറ്റ് എന്തായാലും നമ്മുടെ റിലേഷനിൽ വരില്ല എന്നുള്ളത് നമുക്ക് ഉറപ്പിക്കാൻ പറ്റും. അപ്പോൾ നമുക്ക് എന്ത് പറയാൻ പറ്റും? നമ്മുടെ റിലേഷൻ വീണ്ടും ആൻറ്റി സിമെട്രിക് ആണെന്നുള്ളത് 100% ഷുവർ ആക്കിയിട്ട് നമുക്ക് പറയാം. അപ്പോൾ അതിൻ്റെ ജനറൽ ഫോം അവിടെ എഴുതിയേക്കാം. ദാറ്റ് മീൻസ് ഇഫ് എ റിലേറ്റഡ് ടു ബി ആൻഡ് ബി റിലേറ്റഡ് ടു എ എന്നുള്ള രണ്ട് സെറ്റുകൾ നമ്മുടെ ആ റിലേഷനിൽ ഉണ്ട് എന്നുണ്ടെങ്കിൽ ഇവിടെ ലെസ് ദാൻ ഓർ ഈക്വൽ ടു ആണ് റിലേഷൻ എന്നതുള്ളതുകൊണ്ട് നമുക്ക് എൻ്റെയും ബീൻ്റെയും വാല്യൂസ് എപ്പോഴും ഈക്വൽ ആയിട്ട് മാത്രമേ ഇവിടെ എക്സിസ്റ്റ് ചെയ്യുള്ളൂ എന്നുള്ളത് കൺക്ലൂഡ് ചെയ്യാൻ പറ്റും. അതുകൊണ്ട് തന്നെ നമ്മുടെ റിലേഷൻ എന്തായിരിക്കും? ആൻറ്റി സിമെട്രിക്കും ആയിരിക്കും. ഓക്കെ, ഇനി മൂന്നാമത് നമുക്ക് എന്ത് കാണിച്ചു കൊടുക്കണം? അത് ട്രാൻസിറ്റീവ് ആണെന്നുള്ളത് കാണിച്ചു കൊടുക്കണം. അപ്പോൾ ട്രാൻസിറ്റീവിൻ്റെ കണ്ടീഷൻസ് ചെക്ക് ചെയ്യാം. ഓക്കെ, അപ്പോൾ ട്രാൻസിറ്റീവ് ആവണമെന്നുണ്ടെങ്കിൽ എ റിലേറ്റഡ് ടു ബിയും ബി റിലേറ്റഡ് ടു സിയും ഇങ്ങനെ രണ്ട് സെറ്റ് ഉണ്ടെന്നുണ്ടെങ്കിൽ അവിടെ എ റിലേറ്റഡ് ടു സി എന്നുള്ളൊരു സെറ്റ് എക്സിസ്റ്റ് ചെയ്യണം. ഓക്കെ, അപ്പോൾ നമ്മുടെ സെറ്റ് റിലേഷൻ ആർ ഈക്വൽ ടു, അപ്പോൾ ഇൻ കേസ് നമ്മുടെ റിലേഷനിൽ 1 2 എന്നുള്ളൊരു സെറ്റുണ്ട്, 2 3 എന്നുള്ളൊരു സെറ്റ് ഉണ്ടെന്ന് വിചാരിക്കാം. അപ്പോൾ ഇവിടെ കണ്ടീഷൻസ് സാറ്റിസ്ഫൈ ചെയ്യുന്നുണ്ടോ നോക്കാം. 1 is ലെസ് ദാൻ ഓർ ഈക്വൽ ടു 2 ആണ്, 1 ലെസ് ദാൻ 2 എന്ന് പറയാം. അതുപോലെ ഇവിടെ 2 ലെസ് ദാൻ 3 എന്ന് പറയാം. ഇങ്ങനെ രണ്ട് സെറ്റ് ഉണ്ടായിട്ട് നമ്മുടെ റിലേഷനിൽ 1 3 എന്നുള്ളൊരു സെറ്റ് എക്സിസ്റ്റ് ചെയ്യുകയാണ്. ആ ഒരു സെറ്റ് എന്ത് സാറ്റിസ്ഫൈ ചെയ്യുന്നുണ്ട്? 1 ലെസ് ദാൻ 3 എന്നുള്ള കണ്ടീഷൻ സാറ്റിസ്ഫൈ ചെയ്യുന്നുണ്ട്. അപ്പോൾ നമുക്ക് എന്ത് പറയാൻ പറ്റും? നമ്മുടെ റിലേഷൻ ലെസ് ദാൻ ഓർ ഈക്വൽ ടു എന്നുള്ളത് എന്ത് റിലേഷനാണ്? ട്രാൻസിറ്റീവ് റിലേഷൻ ആണെന്നുള്ളതും പറയാൻ പറ്റും. അപ്പോൾ നമ്മൾ എടുത്തിട്ടുള്ള ലെസ് ദാൻ ഓർ ഈക്വൽ ടു എന്നുള്ള റിലേഷൻ സാറ്റിസ്ഫൈ ചെയ്തുകൊണ്ട് വരുന്ന റിലേഷൻ സെറ്റ് എന്തൊക്കെയാണ്? ആൻറ്റി സിമെട്രിക് ആണ്, റിഫ്ലെക്സീവ് ആണ്, അതുപോലെ ട്രാൻസിറ്റീവ് ആണ്. അപ്പോൾ ഇത് മൂന്ന് കണ്ടീഷൻസും സാറ്റിസ്ഫൈ ചെയ്യുന്നതുകൊണ്ട് നമുക്ക് എന്ത് പറയാൻ പറ്റും? ലെസ് ദാൻ ഓർ ഈക്വൽ ടു ഉള്ളത് ഒരു പാർഷ്യലി ഓർഡേർഡ് റിലേഷൻ ആണ് എന്നുള്ളത് കൺക്ലൂഡ് ചെയ്യാൻ പറ്റും. ഓക്കെ, ഇനി ഇതേ കേസ് തന്നെയാണ് നമ്മളെ സബ്സെറ്റിൻ്റെ കേസിലും വരുന്നത്. നെക്സ്റ്റ് സബ്സെറ്റിൻ്റെ കേസാണ്. സബ്സെറ്റ് ഓൺ സെറ്റ് ഓഫ് സെറ്റ് ആണ് നമ്മൾ ഡിഫൈൻ ചെയ്യുന്നത്. അപ്പോൾ നമ്മൾ എന്നൊരു സെറ്റ് എടുത്തു കഴിഞ്ഞാൽ ആ സെറ്റ് എന്തായാലും ആ സെറ്റിൻ്റെ തന്നെ സബ്സെറ്റ് ആയിരിക്കുമല്ലോ. അപ്പോൾ ഒരു സെറ്റ് എന്തായാലും അതിനോട് തന്നെ സബ്സെറ്റ് ആയതുകൊണ്ട് നമുക്ക് എന്ത് പറയാൻ പറ്റും? അത് റിഫ്ലെക്സീവ് ആണെന്നുള്ളത് കൺക്ലൂഡ് ചെയ്യാം. ഇനി ആൻറ്റി സിമെട്രിസിൻ്റെ കേസ് നോക്കിക്കഴിഞ്ഞാൽ ഒരു സെറ്റ് മറ്റു സെറ്റിനോട് സബ്സെറ്റാണ്. അതുപോലെ നമ്മൾ രണ്ടാമത് കൺസിഡർ ചെയ്തിട്ടുള്ളതും ആദ്യത്തിനോട് സബ്സെറ്റ് ആവണമെന്നുണ്ടെങ്കിൽ അവിടെ എന്ത് കണ്ടീഷൻ നമ്മൾ ഓൾറെഡി പഠിച്ചിട്ടുണ്ട്? സെറ്റ്സിൻ്റെ കേസിൽ എ ഈക്വൽ ടു ബി ആയിരിക്കും, രണ്ട് സെറ്റുകളും ഈക്വൽ ആയിരിക്കും എന്നുള്ളത് പഠിച്ചിട്ടുണ്ട് അല്ലേ. അപ്പം നമുക്ക് എന്ത് കൺക്ലൂഡ് ചെയ്യാൻ പറ്റും? ആ ഒരു സെറ്റ് ആൻറ്റി സിമെട്രിക് ആണെന്നുള്ളതും കൺക്ലൂഡ് ചെയ്യാൻ പറ്റും. ആൻഡ് ഫൈനലി അത് ട്രാൻസിറ്റീവ് ആണെന്ന് കാണിക്കാൻ നമ്മൾ 3 സെറ്റുകൾ കൺസിഡർ ചെയ്യുക. എ ബിനോട് സബ്സെറ്റ് ആണ്, അതുപോലെ ബി സിയോട് സബ്സെറ്റ് ആണെന്നുണ്ടെങ്കിൽ നമുക്ക് എന്ത് കൺക്ലൂഡ് ചെയ്യാൻ പറ്റും? എ എന്തായാലും സിൻ്റെ സബ്സെറ്റ് ആയിരിക്കും, അതുകൊണ്ട് അത് ട്രാൻസിറ്റീവ് ആണെന്നുള്ളതും പറയാൻ പറ്റും. ഓക്കെ, അപ്പോൾ ഈ 2 എക്സാമ്പിൾസും നല്ലോണം പഠിച്ചു വെക്കുക. ഇനി ബാക്കി എക്സാമ്പിൾസ് നെക്സ്റ്റ് ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്തുതരാം. താങ്ക് യു. ഈ പറഞ്ഞതിൽ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിച്ചിട്ട് ക്ലിയർ ചെയ്യാം. ഇമ്പോർട്ടൻറ്റ് പോർഷനാണ്. ഒരുപാട് തവണ ഈ പോസറ്റിൻ്റെ കേസായാലും പാർഷ്യലി ഓർഡർ റിലേഷൻ്റെ കേസായാലും ഡെഫിനേഷനും എക്സാമ്പിൾസൊക്കെ ക്വസ്റ്റ്യൻ പേപ്പറിൽ റിപ്പീറ്റഡ് ആയിട്ട് ചോദിച്ച് കണ്ടിട്ടുണ്ട്. അതുകൊണ്ട് സ്കിപ്പ് ചെയ്യാണ്ട് പഠിക്കാം കേട്ടോ.